ഹലോ, നമസ്കാരം. ജോസ് കാച്ചപ്പള്ളി ഒഫീഷ്യൽ ചാനലിലേക്ക് സ്വാഗതം. പണിതിട്ടും പണിതിട്ടും പണി തീരാത്തൊരു പ്രപഞ്ച മന്ദിരമേ എന്നാണ് കവി പാടിയത്. പക്ഷെ പണിതിട്ടും പണിതിട്ടും പണി തീരാത്തത് എന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. പക്ഷേ പണി തന്നെ നടക്കാതിരിക്കുകയാണെങ്കിലോ, പണി തന്നെ സ്തംഭിച്ചിരിക്കുകയാണെങ്കിലോ, അവതാളത്തിലാണെങ്കിലോ പിന്നെ എങ്ങനെയാണ് പണി തീരുന്നത്? പണി തീരുന്ന പ്രശ്നമേ ഇല്ലല്ലോ. അതാണ് ഇന്ന് നിർമ്മാണ മേഖലയുടെ സ്ഥിതി. ഇന്ന് ഒരു വീട് പണിയണമെങ്കിൽ അതിനുള്ള ചുറ്റുവട്ടങ്ങളെക്കുറിച്ച്, സാധനങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ ഏതൊരാളുടെ ഉള്ളിലും തീയായിരിക്കും ഉണ്ടാകുക. നിർമ്മാണ മേഖലയിൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സകല സാധനങ്ങൾക്കും വില വർദ്ധിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്കൊന്നും അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കൂടിയ വില കൊടുത്ത് ഈ സാധന സാമഗ്രികളൊക്കെ സംഘടിപ്പിക്കാമെന്ന് വിചാരിക്കുക. അപ്പോഴും പണിയാൻ ആള് വേണ്ടേ? കാരണം ബംഗാളി വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അന്യസംസ്ഥാനക്കാരൻ വന്നില്ലെങ്കിൽ ഇവിടെ പണി നടക്കില്ലല്ലോ. ഒരു മേഖലയിലും പണി നടക്കില്ലല്ലോ. അപ്പൊ പിന്നെ നിർമ്മാണ മേഖലയുടെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ കൂനിന്മേൽ കുരു എന്ന പോലെ അതിഥി തൊഴിലാളി ക്ഷാമം നിർമ്മാണ മേഖലയുടെ നടുവൊടിച്ചിരിക്കുകയാണ്. ഇനി അത് എന്ന് ശരിയാവുമെന്ന് ആർക്കറിയാം? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക.